നമസ്കാരം. മിനിസ്ക്രീനിലൂടെ എത്തി പിന്നീട് സിനിമാ മേഖലയിൽ സജീവമായ താരമാണ് രചന നാരായണൻകുട്ടി. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മറിമായത്തിലൂടെയായിരുന്നു രചന സുപരിചിതയാകുന്നത്. പിന്നീട് അവതാരികയായി തിളങ്ങിയ രചന ജയറാം ചിത്രം ലക്കി സ്റ്റാറിലൂടെയാണ് നായികയായി എത്തിയിരുന്നത്. ആമേൻ, പുണ്യാളൻ അഗർബത്തീസ്, ലൈഫ് ഓഫ് ജോസൂട്ടി, പുതിയ നിയമം, ആറാട്ട് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. നർത്തകി കൂടിയായ രചന സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രചന നാരായണൻകുട്ടി. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. വിഷമമില്ലാത്ത അവസ്ഥ ഇല്ലെന്നല്ല, അതെല്ലാം മറികടക്കാൻ പറ്റുന്ന ഒരു കലയാണ് കൂടെയുള്ളത്. എന്റെ നൃത്തം ഒരുപാട് എനിക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഞാൻ ഇടപെടുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. എനിക്ക് കൂട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. ഒരിക്കൽ പിഷാരടിയോട് ലാലേട്ടൻ പറഞ്ഞു അദ്ദേഹം തലവേദന വരുമ്പോൾ അത് ആസ്വദിക്കാറുണ്ടെന്ന്. തലവേദന ആസ്വദിക്കുക എന്നതാണ് ലാലേട്ടൻ പറഞ്ഞ റെമഡി. എല്ലാ വേദനകളും അദ്ദേഹം ആസ്വദിക്കുന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മോശമായി ആരെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാകുമോ? ഒരിക്കലും ആകില്ല. ഞാൻ അങ്ങനെ ആകില്ലെന്ന് എനിക്കറിയാം. എന്റെ കുടുംബത്തിന് അറിയാം, സുഹൃത്തുക്കൾക്കറിയാം. എല്ലാ ജനതയെയും ബോധിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ കമന്റ് വായിച്ച് വിഷമിച്ചിരുന്ന ഒരു സമയം എനിക്കുമുണ്ടായിരുന്നു. കമന്റ് കണ്ട് ഒരു ദിവസം മുഴുവൻ കരഞ്ഞ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ അറിയാത്ത ആളുകൾ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നതെന്നും രചന നാരായണൻകുട്ടി പറയുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. SAG, your one stop for news and entertainment. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.